ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചപ്പാത്തി എഗ്ഗ് റോൾ ഉണ്ടാക്കിയാലോ. ഇപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ വരുമ്പോൾ അല്ലെ ജിമ്മിൽ നിന്നൊക്കെ വരുമ്പോൾ അല്ലെ പെട്ടെന്ന് വിശക്കൊന്ന് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കഴിക്കണേ പറ്റിയ ഒരു റോളാണിത് കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സവാളയും ക്യാബേജും ക്യാപ്സിക്കമാണ്. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 3 റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു റോളിന് ഒരു മുട്ട, ഒരു ചപ്പാത്തിക്ക് ഒരു മുട്ട എന്നുള്ള രീതിയിൽ എടുത്തത്. അപ്പം ഞാനിവിടെ ഔട്ട് റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആദ്യം ഒരു പാനിലേക്ക് ചപ്പാത്തി ഇട്ടിട്ട് 2 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടുക. എന്നിട്ട് ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഈ പരിപാടി ചെയ്യുമ്പോഴത്തേന് അപ്പുറത്തെ വശം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യുമ്പോൾ വെക്കാൻ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ മുട്ടയെല്ലാം കുറച്ചൊന്ന് സെറ്റായ പോലെ വരുമല്ലോ. ആ സമയം ഇത് നമ്മൾ തിരിച്ചിടണേ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പച്ചക്കറികൾ ആദ്യത്തെ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ എടുത്തത് അതാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണേൽ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് എടുക്കാം. അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണോ അതെടുക്കാം. ഇതിലേതെങ്കിലും ഒഴിവാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ മുട്ട ഒരു സൈഡ് ഒന്നായി കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മറിച്ചും തിരിച്ചും എടുത്ത് 2 സൈഡും ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പം ജസ്റ്റ് ഈ പച്ചക്കറിയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്കൊന്ന് വെക്കുക. പിന്നെ ഇതിൽ ഞാൻ ചീസ് സ്ലൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ബ്രെഡിൽ വെക്കുന്ന ചീസില്ലേ അതും കൂടി വെച്ചിട്ട് ഞാൻ പാനി വെച്ച് തന്നെയാണ് മടക്കിയെടുക്കുന്നത്. കാരണം ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുമല്ലോ എന്ന് വെച്ച്. പക്ഷേ പാനി വെച്ച് മടക്കിയെടുക്കുമ്പോൾ ഈ പറഞ്ഞിട്ട് കൈ കൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നല്ല ചൂടായി കിടക്കല്ലേ. അപ്പം നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് പച്ചക്കറിയെല്ലാം നിരത്തി ചീസൂടെ വെച്ച് മറ്റേ ബട്ടർ പേപ്പർ വെച്ച് വല്ലതും റോൾ ചെയ്തെടുക്കണം. നല്ല വൃത്തിയായിട്ടിരിക്കുക. ഞാനിതിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ആ ചൂടിൽ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പം ആ പാനിലെ ചൂട് കാരണം നമ്മൾ ആ റോൾ ചെയ്ത് വെക്കുമ്പം ചീസ് ഒന്ന് മെൽറ്റാവും. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ടും തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിന്നർ റെസിപ്പിയാണ്. ലഞ്ചോ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ എന്ത് വേണേൽ കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഡിന്നറായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഏത് രീതിയിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാവേ. ടിൽ ദെൻ ബൈ, ലവ് യു ഓൾ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ കണ്ടോ, മറിച്ചിട്ടിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വെളിയിൽ ചാടിപ്പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വേണേൽ നിങ്ങൾ സെപ്പറേറ്റ് പ്ലേറ്റ് വെച്ചിട്ട് റോള് ചെയ്തെടുത്താൽ മതിയെന്ന്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ബൈ, ലവ് യു ഓൾ.